വിലാസിനി പറയുകയാണ്, നിന്നോട് വന്നൊന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും രക്ഷാമാർഗം കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കല്യാണി ഇപ്പോഴത്തെ തീരുമാനത്തിൽ നിന്നും പിന്മാറുമെന്ന് എനിക്ക് ഭയമായിരുന്നു. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ആ ഭയം ഇല്ല. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. എനിക്കവൾ ആ വീട്ടിൽ നിന്നും പുറത്താകണം. അത് അന്നവൾ ആ ചെമ്പരത്തിയുമായി ആ വീട്ടിൽ കാലുകുത്തിയ നിമിഷം ഞാൻ എടുത്ത തീരുമാനമാണ്. ഇത് കേട്ട് പ്രിയങ്ക പറയാണ്, ഗുഡ്. പക്ഷേ പുതിയൊരു മരുമകൾ തൃച്ചംബരത്ത് കാലുകുത്തിയാൽ അവള് കല്യാണിയെ പോലെ ആയിരിക്കില്ല. ആ നിമിഷം അഖിലാണ്ടേശ്വരി തൃച്ചംബരത്തെ കിരീടവും ചെങ്കോലും അവൾക്ക് കൈമാറും. പിന്നെ അറിയാമല്ലോ ആന്റിയുടെ അവസ്ഥ എന്താകുമെന്ന്. അയ്യോ എന്ന് പ്രിയങ്ക എന്ന് വിലാസിനി പറയുമ്പോൾ പ്രിയങ്ക പറയുകയാണ്, ഞാനൊന്ന് വെറുതെ പേടിപ്പിച്ചതല്ലേ ആന്റി. ആദ്യം ആ കല്യാണി പുറത്തേക്ക് പോകട്ടെ. ഏതായാലും സീതയെ പോലെ ഭൂമി പിളർന്ന് താഴേക്ക് പോകാനൊന്നും അവൾക്ക് പറ്റില്ലല്ലോ. ആനന്ദ് മറ്റൊരു പെണ്ണുമായി നടക്കുന്നത് കാണുമ്പോൾ അവള് ഉരുകി ഉരുകി മരിക്കും. അവളുടെ കുഴിയിൽ എനിക്കൊരു പിടി മണ്ണിടണം. അവളുടെ അച്ഛൻ ദാസിനെ കൊന്നപ്പോൾ പോലും എനിക്ക് ആഗ്രഹം നടന്നില്ല. സമയം നോക്കിയിട്ട് വിലാസിനി പറയുകയാണ്, എനിക്ക് അധിക നേരം നിൽക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പോകണം. എന്റെ പിന്നിൽ എന്നെ നിയന്ത്രിക്കാൻ ആരോ ഉണ്ടെന്ന് സഹദേവേട്ടന് ശക്തമായ സംശയമുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുവാന്നും പറഞ്ഞ് വിലാസിനി പോവുകയാണ്. വിലാസിനി പോയ ശേഷം ശ്രീനി ചോദിക്കുകയാണ്, അല്ല പ്രിയങ്കെ, വാട്ട് ഈസ് നെക്സ്റ്റ്? പ്രിയങ്ക പറയുകയാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ചോദ്യം. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നും പറഞ്ഞ് ആലോചിച്ചു നിൽക്കുകയാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്ത് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശിവരാമകൃഷ്ണനെയാണ്. അവിടേക്ക് ശിവരാമകൃഷ്ണൻ ചായയുമായി എത്തുകയാണ് കല്യാണി. സാർ ചായ എന്ന് ചായ കൊടുത്തിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ശിവരാമകൃഷ്ണൻ വിളിക്കുകയാണ്, മോളെ, ഈ സമയത്ത് ഞാനൊരു ചായ ആവശ്യപ്പെട്ടത് നിന്നോടൽപ്പം സംസാരിക്കാൻ വേണ്ടിയാണ്. നീ ഒരു ത്യാഗം ചെയ്തതിന്റെ നിറവുണ്ട് നിന്റെ മുഖത്ത്. കല്യാണിക്കറിയാമോ, ഭർത്താവിനോടൊപ്പം ചിതയിൽ എരിഞ്ഞടങ്ങുന്ന ഒരു ദുരാചാരം ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ആ സ്വയം കത്തിയമരൽ ഭർത്താവിന്റെ ചിത കത്തിയാളുമ്പോൾ ആയിരുന്നു. ഇത് കേട്ടിട്ട് കല്യാണി പറയുകയാണ്, എനിക്ക് ഇത്തിരി ജോലിയുണ്ട്, ഞാൻ അങ്ങോട്ട്. ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, നീ സ്വയം ജോലിക്കാരിയാവാൻ വേണ്ടി ശ്രമിക്കുന്നതോ അതോ എന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ? കല്യാണി, നിനക്ക് എന്താണ് പറ്റിയത്? നീ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ? സ്വയം ഉരുകി ഉരുകി എന്തിനാ കല്യാണി ഇങ്ങനെ? ഇത് കേട്ടിട്ട് കല്യാണി പറയുകയാണ്, തൃച്ചംബരത്ത് പൂമുഖത്ത് നാഥനായി പാവങ്ങൾക്ക് താങ്ങും തണലുമായി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ നെറുകയിലെ സിന്ദൂരമായി സാറെന്നും ഉണ്ടാകണം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ നിന്നെ മരുമകളായിട്ടല്ല കണ്ടിട്ടുള്ളത്, എന്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ്. സ്വന്തം മകളുടെ ജീവിതം തകർത്തിട്ട് ആയുസ് കൂട്ടിക്കിട്ടാൻ ഏതൊരച്ഛനാണ് മകളെ ആഗ്രഹിക്കുന്നത്? മോളെ, നിങ്ങളുടെ സന്തോഷകരമായ കുടുംബജീവിതത്തിന് വേണ്ടിയാണ് ഈ നിമിഷം വരെ ഈ അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ ജീവൻ വെടിയാൻ പോലും അച്ഛന് സന്തോഷമേ ഉള്ളൂ. നീ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണം. ദയവ് ചെയ്ത് സാർ ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ മനസ്സ് നിറയെ നീയാണ് കല്യാണി. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അതെനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല, മറിച്ച് ആ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. എന്നെ ഒരുപാട് ഇഷ്ടമാണ് വലിയ കുഞ്ഞിന്. പക്ഷേ ആ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് സാറും അഖില മേഡവും. ഞാൻ എന്റെ ജീവിതം നോക്കി ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ കുഞ്ഞിന്റെ മനസ്സിലെ ആ വിഗ്രഹങ്ങൾ ഉടഞ്ഞാൽ പിന്നെ എന്നെ വലിയ കുഞ്ഞിന് സ്നേഹിക്കാൻ കഴിയുമോ? ആ വിഗ്രഹങ്ങൾ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവരും എന്നെ വെറുക്കില്ലേ? സ്വന്തം അമ്മായി അച്ഛന്റെ ജീവനെടുത്ത മരുമകളായിട്ടല്ലേ എല്ലാവരും എന്നെ കാണുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പിന്നെ ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു ഭ്രാന്തിയെ പോലെ ആകും ഞാൻ. കല്യാണി, നിന്റെ തീരുമാനങ്ങൾ തെറ്റാണ്. പിന്നീട് ഒരിക്കൽ തിരുത്താൻ അവസരം കിട്ടാത്ത തെറ്റ്. ഇതാണ് എന്റെ ശരി. എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റൂ. കാരണം ഞാൻ ദാസിന്റെ മകളാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. ദേഷ്യപ്പെട്ട് ശിവരാമകൃഷ്ണൻ പറയാണ്, ഛീ, തർക്കുത്തരം പറയുന്നോടി, അടിച്ച് നിന്റെ കരണം പൊളിക്കും ഞാൻ. അതിനുള്ള അധികാരം എനിക്ക് തന്നിട്ടാണ് ദാസ് പോയത്. ഇന്നും ആ ആത്മാവ് മുകളിൽ ശാന്തിയോടെ ഇരിക്കണമെങ്കിൽ ഇന്നും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും എന്ന ഒറ്റ വിശ്വാസത്തിൽ ആയിരിക്കും. മോളെ, തുന്നിക്കെട്ടി ഹൃദയവുമായി നടക്കുന്ന ഒരച്ഛനാണ് ഞാൻ. ആ തുന്നലിന്റെ ഇടയിൽ നിന്നും ചോര പൊടിയുന്നുണ്ട് പലപ്പോഴും. എന്റെ മകൻ ഒരു പാവമാണ്. ആനന്ദകൃഷ്ണൻ ഒരു പാവമാണ്, വെറും പാവം. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ മോനാണ് അവൻ. അവന്റെ ഹൃദയം നീയായിട്ട് കീറി മുറിച്ച് തുന്നിക്കെട്ടേണ്ടി വരരുത്. ഇതൊക്കെ കേട്ട ശേഷം കല്യാണി ശിവരാമകൃഷ്ണന്റെ കാലിൽ വീഴുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നെ ധർമ്മസങ്കടത്തിൽ ആക്കരുത്. നല്ലത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മോളെ, എഴുന്നേൽക്കെന്ന് പറഞ്ഞ് ശിവരാമകൃഷ്ണൻ കല്യാണിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. മോളെ, വാക്കുകൾക്ക് മൂർച്ച കൂടി പോയി എന്നെനിക്കറിയാം. കടമെടുത്ത വാക്കുകളല്ല, കാരണം ഒരച്ഛന്റെ മനസ്സ് നൊന്ത് പറഞ്ഞു പോയതാണ്. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ ഇതുവരെ ആരോടും യാചിച്ചിട്ടില്ല, കാല് പിടിച്ചിട്ടുമില്ല, ആജ്ഞാപിച്ചും അനുസരിപ്പിച്ചും ശീലവുമില്ല. പക്ഷേ കല്യാണി, ഇന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, എന്റെ മകനെ നീ വിഷമിപ്പിക്കരുത്. മോളെ, നീ പോയാൽ പിന്നെ ആനന്ദിന്റെ ജീവിതം എങ്ങനെ തീരുമെന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. സാർ, ഏതൊരു പെണ്ണാണ് അവൾ ജീവിതതുല്യം സ്നേഹിക്കുന്ന
മനസ്സിൽ പൂജിക്കുന്ന പുരുഷനെ നഷ്ടപ്പെടുത്താൻ നോക്കുക. അതുപോലൊരു പെണ്ണ് തന്നെയാണ് ഞാനും. പക്ഷേ എന്ന് പറയുമ്പോൾ ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്തു പക്ഷേ? തൃച്ചംബരത്ത് ഇതുവരും ഒരാളും ഭാര്യ ജീവിച്ചിരിക്കെ രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ടില്ല. ഇനി നീയായിട്ട് അത് മാറ്റാൻ ശ്രമിക്കുകയും വേണ്ട, നടക്കില്ലത്. ദൃഢനിശ്ചയത്തോടെ കല്യാണി പറയുകയാണ്, നടക്കും, നടന്നേ പറ്റൂ. എന്നോട് അല്പം ദയവുണ്ടാവണം, ശപിക്കരുത് തന്നെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് പോവുകയാണ് കല്യാണി. പിന്നീട് ഫോൺ നോക്കിയിട്ട് കല്യാണി പറയുകയാണ്, വൈജയന്തി, ഇത് അഖില മേഡത്തിന്റെ കൂട്ടുകാരിയായ സീതാലക്ഷ്മി മേഡത്തിന്റെ മകളല്ലേ? ഇതൊന്ന് ആലോചിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് സീതാലക്ഷ്മിയെ ഫോൺ വിളിക്കുകയാണ് കല്യാണി. സീതാലക്ഷ്മി ഫോൺ എടുക്കുമ്പോൾ കല്യാണി പറയുകയാണ്, ഹലോ, ഞാൻ മാട്രിമോണി കണ്ട് വിളിക്കുന്നതാണ്. വൈജയന്തിയുടെ എന്ന് ചോദിക്കുമ്പോൾ സീതാലക്ഷ്മി പറയുകയാണ്, അമ്മയാണ്. സീതാലക്ഷ്മി, ആരാണ് വിളിക്കുന്നത്? ഞാൻ തൃച്ചംബരത്ത് നിന്നാണ്. തൃച്ചംബരത്ത് നിന്നോ? തൃച്ചംബരത്ത് നിന്ന് ആരാണ്? ഞാൻ കല്യാണിയാണ്. കല്യാണി ആനന്ദിന്റെ ഭാര്യ അല്ലേ? കല്യാണി പറയുകയാണ്, ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. ഇപ്പോഴല്ലെന്നോ? എന്തൊക്കെയാ കല്യാണി പറയുന്നത്? സത്യം, എനിക്ക് ആനന്ദകൃഷ്ണനെ മറക്കേണ്ട സാഹചര്യം ആണ്. അതുകൊണ്ട് സ്നേഹപൂർവ്വം തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യാപദവി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ വിളിച്ചത് ആനന്ദകൃഷ്ണന് മാഡത്തിന്റെ മകൾ വൈജയന്തിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതമാണോ ഇല്ലയോ എന്നറിയാനാണ്. എന്താണ് കല്യാണി ഈ കേൾക്കുന്നത്? പിരിഞ്ഞു പോകുന്ന ഭാര്യ തന്നെ സ്വന്തം ഭർത്താവായിരിക്കുന്ന ആൾക്ക് കല്യാണം ആലോചിക്കുന്നു. വിചിത്രമായ കാര്യങ്ങളാണല്ലോ കല്യാണി. അങ്ങനെ സംഭവിക്കാൻ ഒരു കാര്യമുണ്ട് മാഡം. അത് ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. ശരി, കേൾക്കട്ടെ. പിന്നീട് കല്യാണി കാര്യങ്ങളൊക്കെ സീതാലക്ഷ്മിയോട് വിവരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സീതാലക്ഷ്മി പറയാണ്, വൈജയന്തിക്ക് ആനന്ദിനെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ അഖിലയോട് കല്യാണം ആലോചിച്ചതുമാണ്. എന്തുകൊണ്ടോ അഖില അന്ന് വലിയ താല്പര്യം കാണിച്ചില്ല. പിന്നീട് നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. ആനന്ദിനെ ഭർത്താവായി കിട്ടാത്ത നിരാശയിൽ വൈജയന്തി കല്യാണമേ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പോ സ്ഥലത്തില്ല, ഡൽഹിയിലാണ്. മാഡം, ഇക്കാര്യം വൈജയന്തിയോട് ഒന്ന് പറയുമോ? അവളോട് ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണം. ആ, കാണാലോ. ശരി, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് സീതാലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് കല്യാണി ബാഗൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ അതിൽ പാക്ക് ചെയ്യുകയാണ്. നേരം അനിയൻകുട്ടൻ അങ്ങോട്ട് വന്ന് കല്യാണിയോട് ചോദിക്കുകയാണ്, ദേ ചേച്ചി, ഈ കിഡ്നിയുടെ പടം കൊള്ളാമോ? കല്യാണി ഒന്നും പറയാതിരുന്നപ്പോൾ അനിയൻകുട്ടൻ ചോദിക്കുകയാണ്, ചേച്ചി എന്തായി ആലോചിക്കുന്നത്? ദേ ഈ വൃക്കയുടെ പടം കൊള്ളാമോന്ന്. ഏറ്റവും നന്നായി വരയ്ക്കുന്ന ആൾക്ക് ഒരു പ്രൈസ് തരാമെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ആ പടം നോക്കിയിട്ട് കല്യാണി പറയുകയാണ്, കൊള്ളാം. പിന്നീട് അനിയൻകുട്ടൻ ചോദിക്കുകയാണ്, ചേച്ചി, ഈ വൃക്ക ആൾക്കാര് വിൽക്കുമല്ലേ? അല്ല, ടീച്ചർ പറഞ്ഞു ചില ആൾക്കാര് ഈ വൃക്കയൊക്കെ വലിയ വിലയ്ക്ക് വിൽക്കുമെന്ന്. നമുക്ക് 2 കിഡ്നി ഉണ്ടെന്നും അതിലൊന്ന് ആൾക്കാര് വിൽക്കുമെന്നും. അത് കേട്ട് കല്യാണി ഒന്ന് ആലോചിക്കുകയാണ്. ഇതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും അല്ലേ ചേച്ചി? നമുക്ക് ജീവിക്കാൻ എന്താവശ്യമുണ്ടോ അതൊക്കെ മറ്റൊരാൾക്ക് കൊടുത്താൽ പിന്നെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ചേച്ചി എന്നല്ല, ആരുത്തരം പറഞ്ഞില്ലെങ്കിലും അത് പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, നമ്മളുടെ ഒരു ഭാഗം മറ്റൊരാൾക്ക് കൊടുത്താൽ അത് അയാൾക്ക് എങ്ങനെ ചേരും? അന്നേരം കല്യാണി ചോദിക്കുകയാണ്, അനിയൻകുട്ടാ, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? പിന്നെ അമ്പലികലയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നത് വൃക്ക കച്ചവടം പഠിക്കാനാണോ? പോയിരുന്നു വല്ലതും പഠിക്കാൻ നോക്കുന്ന ദേഷ്യപ്പെടുകയാണ് കല്യാണി. അനിയൻകുട്ടൻ ചോദിക്കുകയാണ്, ചേച്ചിക്ക് ഇതെന്ത് പറ്റി? ഒരു സംശയം ചോദിച്ചാൽ പോലും പറഞ്ഞതല്ല, പിന്നെ എന്തിനാ എന്നോട് ചാടിക്കടിക്കുന്നത്? അതിനുശേഷം അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങുമ്പോൾ കല്യാണി വിളിക്കുകയാണ്, അനിയൻകുട്ടാ, നിന്റെ ബുക്കും തുണികളും ഒക്കെ ഈ ബാഗിൽ തന്നെ ഇരിക്കട്ടെ. എല്ലാം കൂടെ എടുത്ത് പുറത്തിടണ്ട. എന്താ ചേച്ചി, നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേട്ടാൽ മതി, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. എന്താ ചേച്ചി, വീണ്ടും അഖില മേഡം വലിയ കുഞ്ഞും മഴക്കായോ? അതൊന്നും അല്ല അനിയൻകുട്ട. പിന്നെ വലിയ കുഞ്ഞു പറഞ്ഞു ഔട്ട് ഹൗസിലേക്ക് മാറി താമസിക്കാൻ. വലിയ കുഞ്ഞൊന്നും പറഞ്ഞില്ല, എന്നാലും ചിലപ്പോൾ നമുക്ക് മാറേണ്ടി വരും. ഇവിടെന്ന് മാറി താമസിക്കണം. അതാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങോട്ടാണെന്ന്. എങ്ങോട്ടെങ്കിലും, ആരും തേടി വരാത്ത ഒരിടത്തേക്ക്. ഈ ചേച്ചി എന്തായി പറയുന്നത്? ഈ ചേച്ചി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോഴൊക്കെ ജീവിതം അങ്ങനെയാണ് അനിയൻകുട്ട. ചിലതൊന്നും നമുക്കെപ്പോഴും മനസ്സിലാക്കി തരില്ല. എന്നാൽ മനസ്സിലായി വരുമ്പോഴേക്കും ജീവിതം അവസാനിക്കാറായിട്ടുണ്ടാകും. ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്ന് ശരിക്കു പറയുക. നീ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. അത്രയും പറഞ്ഞ് അനിയൻകുട്ടനിൽ നിന്നും ഒഴിഞ്ഞു മാറി പോവുകയാണ് കല്യാണി. പിന്നീട് അവിടെ ടേബിളിരുന്ന അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് അനിയൻകുട്ടൻ പറയുകയാണ്, എന്താ അച്ഛാ ഈ ചേച്ചി പറയുന്നതൊക്കെ? അച്ഛൻ പോയതിൽ പിന്നെ ഈ ചേച്ചി അടിമുടി മാറിപ്പോയതുപോലെയാണ്. എന്നോട് എപ്പോഴും ദേഷ്യമാണ്. ഇല്ല, അമ്മ എന്താ ഒന്നും പറയാത്തത്? എന്നെ കാണാൻ നിൽക്കാതെ പോയെങ്കിലും ചേച്ചിയെ കൊഞ്ചിച്ചു വഷളാക്കിയത് അമ്മ കൂടെ തന്നെ ആയിരിക്കും അല്ലേ? ചില നേരത്ത് വലിയ വലിയ പണ്ഡിതന്മാർ സംസാരിക്കുന്ന പോലെയാണ് ചേച്ചി സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ ചേച്ചി പറഞ്ഞിട്ട് പോയത് അമ്മ കേട്ടതല്ലേ? വല്ലതും മനസ്സിലായോ? അന്നേരം കല്യാണി അനിയൻകുട്ടാന്ന് വിളിക്കുകയാണ്. അനിയൻകുട്ടൻ പറയുന്നു, ആ അതാ വരുന്നു. പിന്നീട് കാണിക്കുന്നത് ഗുരുജിയുടെ ആശ്രമമാണ്. അവിടേക്ക് ഗുരുജിയെ കാണാൻ ശിവരാമകൃഷ്ണൻ എത്തുകയാണ്. ഗുരുജി ചോദിക്കുകയാണ്, ശിവരാമൻ എന്താ ഈ സമയത്ത്?
അത് ഗുരുജി എന്ന് പറയുമ്പോൾ ഗുരുജി പറയുകയാണ് വിഷയം ഗൗരവമുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഉറക്കം വരുന്നില്ല, മനസ്സിലെന്തോ കരിങ്കൽ കെട്ടിവെച്ചതുപോലെയുള്ള ഭാരം. പഴയതുപോലെ മെഡിറ്റേഷൻ ഒന്നും ഇല്ല അല്ലേ? ധ്യാനത്തിലിരിക്കാൻ ഏകാഗ്രത വേണമല്ലോ ഗുരുജി. എന്റെ ജീവൻ രക്ഷിക്കാൻ ഇളയച്ചൻ വിധിച്ച ഉപാധിയുണ്ടല്ലോ, ആ ഉപാധി പ്രാവർത്തികമാക്കിയാൽ തൃച്ചംബരം തകരും. ആഭ്യന്തര യുദ്ധങ്ങൾ വരെ ഉണ്ടാകും. ത്രികാലജ്ഞാനിയും രോഗപരിജ്ഞാനവും ഉള്ള ഋഷികേശ സ്വാമികൾ എന്തേ അത് മനസ്സിലാക്കാതെ പോയത്? അദ്ദേഹത്തോട് തന്നെ അത് ചോദിക്കാമായിരുന്നില്ലേ? ശ്രീരാമകൃഷ്ണൻ പറയുകയാണ് സാഹചര്യം അനുകൂലമല്ല. സ്വാമികൾ ഇവിടെ ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. എന്താ ഋഷികേശ സ്വാമികൾ പറഞ്ഞത് വിശ്വാസമായില്ല എന്നുണ്ടോ? ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.